മുളയും കൂടെ വെച്ചുകൊണ്ട് റെഡിയായി. അപ്പം ഇന്ന് മത്തിക്കറി. ഈ മത്തിയുടെ ഉള്ളിൽ മുട്ടയുണ്ട്. ഇപ്പോൾ മുട്ട വെച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ന് പിള്ളേരുടെ റിസൾട്ട് വന്നാണ്. 10ാം ക്ലാസ്സുകാരുടെ റിസൾട്ട് വരികയാണ്. എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി അഥവാ മാർക്ക് കുറവാണെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടുകാരും പിള്ളേരെ പ്രശ്നമാക്കേണ്ട കാര്യമില്ല. അപ്പുറത്തെ പിള്ളേരെ കൂടുതൽ മേടിച്ച് നീ കുറവ് അങ്ങനെ പറയണ്ട. ഓരോരുത്തർക്കും ഓരോരുതായ ബുദ്ധിയേ ഉള്ളൂ. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ബുദ്ധിയല്ലേ അവർക്ക് വരുള്ളൂ. അങ്ങനെ പിന്നെ പിള്ളേരാണെങ്കിലും ഇപ്പോൾ മാർക്ക് കുറഞ്ഞെന്നൊക്കെ കരുതി നിരാശപ്പെടേണ്ട. തോക്കാറില്ലായാലും തോറ്റാലും നിരാശപ്പെടാം. തോൽവി നമ്മുടെ വിജയത്തിൻ്റെ ഒരു തായിയാണെന്നാണ് പറയണത്. അപ്പം എല്ലാവർക്കും എല്ലാ പിള്ളേരും വിജയത്തിലേക്ക് എത്തട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ എപ്പോഴും ഞാൻ മുളയുമ്പോൾ പറയാറില്ല സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാൻ. മുളയുമ്പോൾ ഇതൊരു വെറുതെ ഒരു ടൈം പാസിന് ചെയ്യണം. എന്നാലും ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യാൻ മറക്കരുത്. ഇന്ന് പടവളങ്ങയാണേ. പടവളങ്ങയൊക്കെ നമ്മുടെ തീർന്ന് ഇച്ചിരി കൂടെ ഉള്ളു. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് കൃഷിയൊക്കെ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. പിന്നെ നാളെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.